ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹീബ്രു, ഗ്രീക്ക്, അറാമിക് ആൻഡ് ബിബ്ലിക്കൽ ലൈഫ് സ്റ്റൈൽ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പൗലോസ് എഫെസൂസിലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ അപ്പോസ്തലൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ, ദൈവത്തിന്റെ വിളിയാലുള്ള ആശ, ആഗ്രഹം, പദ്ധതി നിങ്ങൾ അറിയണം എന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് പ്രകാശിപ്പിച്ചിട്ട് എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ഫോർട്ടിസോ എന്നാണ്. ഫോർട്ടിസോ എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശിപ്പിക്കുക, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ തന്നെയാണ്. ഈ വാക്ക് വന്നിരിക്കുന്നത് ഫോസ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം ഓർത്തിരിക്കേണ്ട ഒരു ആത്മീയ ആഴം ഇതിനകത്തുണ്ട്. ഫോസ് എന്ന വാക്കിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് പദമായ ഫോട്ടോ എന്ന് പറയുന്ന ആ പദവും ഉണ്ടായിരിക്കുന്നത്. അത് വെളിച്ചം കൊണ്ട് ചിത്രമെടുക്കുന്നത് കൊണ്ട് ഫോസ് എന്ന പദത്തിൽ നിന്നാണ് ഫോട്ടോ എന്ന വാക്കും വന്നിരിക്കുന്നത്. ഫോസിൽ നിന്ന് തന്നെയാണ് ഫോർട്ടിസോ എന്ന വാക്കും വന്നിരിക്കുന്നത്. ഇതിനകത്തൊന്നൊരു ആത്മീയ ആഴം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിന്റെ പദ്ധതിയെ നമ്മൾ കാണുന്നത് എന്നാണ്. പുതിയ നിയമത്തിൽ ഏകദേശം 11 പ്രാവശ്യവും പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷയായ സെപ്റ്റുവജന്റിൽ ഏകദേശം 26 പ്രാവശ്യവും പലയിടങ്ങളിലായി ഫോർട്ടിസോ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവത്തിന്റെ വെളിച്ചത്തെ പറ്റി, പ്രകാശിപ്പിക്കുന്നതിനെ പറ്റി പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്നു. ഒരു ഉദാഹരണം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിനകത്ത് തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഒരു മനുഷ്യനെ പ്രകാശിപ്പിക്കുവാൻ, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുവാൻ അവന്റെ അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് വെളിച്ചം വീശുമ്പോഴാണ് ഇരുളിലിരിക്കുന്നതിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നു. അങ്ങനെ സകല മനുഷ്യരുടെയും അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കുവാനും ജീവൻ അവന്റെ വെളിച്ചം മനുഷ്യന്റെ ജീവനായിരുന്നു. ആ വെളിച്ചത്തിനകത്ത് ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ കൊണ്ടാണ് നമ്മളെ പ്രകാശിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിച്ചത്. ഇങ്ങനെ പലയിടങ്ങളിൽ ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുവാൻ ഫോർട്ടിസോ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് പ്രകാശിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിന്റെ പദ്ധതി നമ്മൾ കാണുന്നത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഫോർട്ടിസോയും ഫോട്ടോയും വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വെളിച്ചം ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രകാശം, നമ്മുടെ ദൈവത്തിന്റെ പ്രകാശം പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ വെള്ളപ്പൊക്കം വരുന്നത് പോലെ ദൈവിക വെളിച്ചത്തിന്റെ വലിയൊരു അളവ് വരികയാണ്. എവിടെയാണോ ദൈവത്തിന്റെ പദ്ധതി നമ്മെക്കുറിച്ചുള്ളത്, ആ പദ്ധതി നമ്മെ കാണിക്കുവാൻ ആ പദ്ധതിയിലേക്ക് ദൈവം വെളിച്ചം വീശുന്നു. അതുപോലെ അത് കാണുവാൻ നമ്മുടെ ഹൃദയത്തിലേക്കും ദൈവത്തിന്റെ വെളിച്ചം വീശുന്നു. അപ്പോൾ ശരിക്കും ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിനകത്ത് നിന്ന് ചിത്രം എടുക്കുക എന്നാണല്ലോ അർത്ഥം. വെളിച്ചത്തിനകത്ത് ചിത്രം രചിക്കുക എന്ന് വേണമെങ്കിൽ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് നമുക്ക് പറയാം. അതുപോലെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കുന്നു. ഈ ക്യാമറ കണ്ണുപോലെ നമ്മുടെ കണ്ണ് ഈ ദൈവിക വെളിച്ചത്തിന് മുന്നിലേക്ക് പെട്ടെന്ന് തുറക്കുകയും ദൈവത്തിന്റെ വെളിച്ചം എവിടെ ദൈവിക പദ്ധതിയിലേക്ക് വീഴുമ്പോൾ നമ്മുടെ ഈ ക്യാമറ കണ്ണ് തുറന്ന്, ആത്മീയ മിഴി തുറന്ന് ആ വെളിച്ചം വീണത് എവിടെയാണോ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ് വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ദൈവിക പദ്ധതികൾ നമ്മിൽ നിറവേറേണ്ടത്. നാം കുറച്ച് പദ്ധതി എഴുതി വെച്ചിട്ട് അതിനകത്തേക്ക് ദൈവത്തിന്റെ വെളിച്ചം വീശിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചാൽ പലപ്പോഴും ആ ദൈവിക വെളിച്ചം ആ പദ്ധതിയിലേക്ക് വീഴുകയില്ല. നേരെ മറിച്ച് ദൈവത്തിന്റെ വെളിച്ചം ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വീഴുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് അതേ വെളിച്ചം വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആത്മീയ കണ്ണ് തുറന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോഴാണ് വാസ്തവത്തിൽ നാം യഥാർത്ഥ ദൈവിക പദ്ധതിയുടെ ചിത്രം, ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അയഥാർത്ഥമായ റിയൽ അല്ലാത്ത ഒന്നിൻ്റെയും ഫോട്ടോ എടുക്കാൻ നമുക്ക് കഴിയില്ല. റിയൽ അല്ലാത്ത ഒന്നിനെയും നമുക്ക്
കാണാൻ കഴിയില്ല. ശത്രുവായ പിശാനെ അല്ലെങ്കിൽ ഭൂതഗണങ്ങളെ കാണാൻ കഴിയുകയില്ലെങ്കിലും അവ റിയാലിറ്റിയാണ്, അതങ്ങനെ ഉണ്ടല്ലോ എന്നതുപോലെ യാഥാർത്ഥ്യമല്ലാത്ത ഒന്നിന്റെ ഫോട്ടോ എടുക്കാൻ കഴിയുകയില്ല എന്നതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയുടെ ഫോട്ടോ ദൈവം നമ്മളെ കാണിക്കുമ്പോൾ അതിന്റെ ഫോട്ടോ നമ്മൾ എടുക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ആ ദൈവിക പദ്ധതി നിശ്ചയമായിട്ടും നിറവേറുകയും ചെയ്യും. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. എബ്രായ ലേഖനം 8-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. കൂടാരം തീർപ്പാൻ മോശെ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ. അപ്പോൾ മോശ സമാഗമന കൂടാരം ഉണ്ടാക്കിയത് മോശയുടെ നേതൃത്വത്തിലായിരുന്നെങ്കിലും സമാഗമന കൂടാരം ഉണ്ടാക്കുവാൻ മറ്റു പലരും ഉണ്ടായിരുന്നു. എന്നാൽ അത് കണ്ടത് മോശ മാത്രമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് മോശ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരുന്നപ്പോൾ മോശ എത്രമാത്രം ദൈവിക വെളിച്ചത്തിലായിരുന്നു എന്ന് തിരിച്ചറിയേണ്ടതിന് തിരുവചനം നോക്കിയാൽ മനസ്സിലാകും. അവൻ ദൈവസന്നിധിയിൽ ഇറങ്ങി വന്നപ്പോൾ അവന്റെ മുഖം പ്രകാശിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവജനമേ, ഞാനൊരു കാര്യം പറയട്ടെ. മോശ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ മോശയോട് പറഞ്ഞു, നിന്റെ ഇഷ്ടപ്രകാരമല്ല നീ സമാഗമന കൂടാരം ഉണ്ടാക്കേണ്ടത്, ഞാൻ നിന്നെ പർവ്വതത്തിൽ കാണിച്ചു, നീ അത് നിന്റെ ഹൃദയത്തിൽ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമായ സമാഗമന കൂടാരം ഒന്ന് സ്വർഗത്തിലുണ്ട്. എന്തൊക്കെയാണ്? അതാണ് നാം പലപ്പോഴും നിഴലും പൊരുളും തിരിച്ചു പഠിക്കുന്നത്. യഥാർത്ഥമായ റിയലായ ഒരു സമാഗമന കൂടാരം സ്വർഗത്തിലുണ്ട്. അതിനെ മോശയ്ക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ദൈവിക പ്രകാശമുണ്ടായപ്പോൾ മോശ ആ ദൈവം കാണിച്ചത് എന്തോ അതിൻ്റെ ഒരു ഫോട്ടോ ഹൃദയത്തിൽ എടുത്തുകൊണ്ടാണ് മോശ താഴേക്ക് ഇറങ്ങി വന്നത്. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ പ്രകാശമയച്ച് അവരെക്കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുത്തുമ്പോൾ അവർക്ക് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ആ പദ്ധതി അവർക്ക് തിരിച്ചറിയാൻ കഴിയും. അതാ പൗലോസ് പറയുന്നത്. ആ പ്രകാശം നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് നിങ്ങൾ യഥാർത്ഥമായ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണോ അതിനകത്തേക്ക് നിങ്ങളുടെ മിഴി തുറന്ന് ഫോട്ടോ എടുക്കുക. അങ്ങനെ നിങ്ങൾ അവൻ്റെ ആഗ്രഹത്തെ ഉള്ളിൽ പേറുന്നവരാവുക. നിങ്ങളുടെ സ്വന്തം ഇഷ്ടം അല്ല എന്ന് പൗലോസ് പറയുകയാണ്. ശരിക്കും ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ ദൈവിക പ്രകാശം നമ്മുടെ ഉള്ളിൽ വരണം. ദൈവത്തിന്റെ പ്രകാശത്താൽ നമ്മുടെ ആത്മീയ ക്യാമറ കണ്ണുപോലെ തുറക്കണം. അങ്ങനെ തുറക്കുമ്പോൾ അതേ പ്രകാശത്തിൽ വെളിപ്പെടുന്ന ദൈവിക പദ്ധതിയുടെ രൂപരേഖ മോശയുടെ ഉള്ളിൽ പതിഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലും ആഴത്തിൽ പതിയും. ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ആ സ്വർഗത്തിലെ പദ്ധതി യഥാർത്ഥമാണ്. നമ്മൾ അതിൻ്റെ രൂപരേഖ, ഫോട്ടോ, ഒരു പിക്ചർ എടുത്തിട്ടുണ്ട്. ആ പിക്ചറിന് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അതേ ദൈവിക പദ്ധതി എന്നിലൂടെയും നിങ്ങളിലൂടെയും സമാഗമന കൂടാരത്തിന്റെ പണിയിൽ വെളിപ്പെട്ടതുപോലെ നിശ്ചയമായും വെളിപ്പെടും. അതാണ് പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികളോട് പറയുന്നത്. നിങ്ങളെക്കുറിച്ചൊരു ദൈവിക പദ്ധതിയുണ്ട്, അത് കാണാതെ പോകരുത്. അത് കാണണമെങ്കിൽ മറ്റൊരു വെളിച്ചത്തിലും നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. ദൈവിക പ്രകാശത്തിൽ മാത്രമേ കാണാൻ കഴിയൂ. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിൽ മാത്രമേ കാണാൻ കഴിയൂ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം ദൈവിക പദ്ധതിയെയും നിങ്ങളുടെ മിഴികളെയും പ്രകാശിപ്പിച്ചാൽ അതൊരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ പതിയാതെ പോവുകയില്ല. അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഫോട്ടോ എടുത്തവരാണോ? അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞവരാണോ? ആ യാഥാർത്ഥ്യം, സ്പിരിച്വൽ റിയാലിറ്റി, ആ ആത്മീയ യാഥാർത്ഥ്യം ഈ ഭൗതിക ലോകത്തിൽ വെളിപ്പെടും. ഈ തിരുവചന ഭാഗങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.